പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കിടക്കയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അതിൽ ആദ്യം ഉണ്ടാവുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് കിട്ടിയ കാര്യങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയിട്ടാണ്. ഇനി 20 മിനിറ്റോളം മെഡിറ്റേഷനാണ്. ഇനി ഒരു കോഫി ഉണ്ടാക്കണം. RCMൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. നമുക്ക് കപ്പിലേക്ക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഇനി അടുപ്പിൽ തീ കൂട്ടാൻ പോവാണ്. സാധാ വിറകടുപ്പാണ്. ചോറ് മാത്രമേ അടുപ്പത്ത് വെക്കൂ. അപ്പോൾ അടുപ്പ് മാറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇതിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കത്തിക്കോളും. അതിന് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഒരു വലിയ വിറകാണ്, ഒരു ഭാഗത്ത് നമ്മൾക്ക് ചകിരി വെക്കാം. അവിടെ എന്താ പറയുക, ഫുൾ കവറായിട്ടുണ്ട്. ഇനി ചിരട്ടി വെച്ചു. ഞാനെങ്ങനെയാണ് അടുപ്പിൽ തീ കൂട്ടുന്നതെന്ന് അറിയോ? നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതാണോ ഓയിൽ, നമ്മളിപ്പോൾ പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇത് ഒരു തവണ മാത്രമേ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അത് ബാക്കി വരുന്ന എന്തായിക്കോട്ടെ, ഓയിലായിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അത് നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നു, മാറ്റി വെക്കുന്നു, കളയുന്നില്ല. അത് ഇങ്ങനെ ഒരു ചിരട്ടി വെച്ച് അതിനകത്തേക്ക് ഒഴിച്ച് അതിനകത്തേക്ക് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന അതും ബാക്കി വരുന്നതാണ്, വിളക്ക് കത്തിച്ചതിൻ്റെ ബാക്കി വരുന്ന ആ തിരി അതിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ചിരട്ടി ഒരു അധികം പുകയില്ലാണ്ട് നല്ല നീറ്റായിട്ട് തീ പിടിച്ചോളും. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വിറക് വെക്കാൻ പോവാണ്. നല്ല രീതിയിൽ കത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ RCMൽ വരുന്ന ആദ്യ നാളുകളിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും എന്നാണ് അതുകൊണ്ട് ഉദാഹരണമാക്കുന്നത്. ഈ വിറകടുപ്പും RCMും സെയിമാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശരിക്കും സത്യം തന്നെയാണ്. അരിയടുപ്പത്തിട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അടച്ചു വെക്കാം. ഇനി കുറേ നേരത്ത് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം വേവും. ഇഡലിത്തട്ട് അടുപ്പത്ത് വെച്ചു, ചൂടാവാനായിട്ട് കാക്കുന്നു. കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇഡലി മാവ് ഒഴിക്കാം. തട്ടിലേക്ക് മാവ് ഒഴിച്ചു. ഇനി അടുത്ത തട്ട് വെച്ച് അതിലും എണ്ണ പുരട്ടി മാവ് ഒഴിക്കണം. ഇഡലി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്കൊരു ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തു, വളരെ കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, ഇനി കുറച്ച് തൈരും ഉപ്പും ചേർക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇഡലി വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചമ്മന്തി റെഡിയാക്കി വെച്ചു. ചോറ് വെന്ത് കഴിഞ്ഞു. വെള്ളം വാരാനായിട്ട് ഞാൻ കഞ്ഞിക്കലത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴും വിറകടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വിറകടുപ്പിലെ കൊള്ളി ഓരോന്നായി എടുത്ത് വെള്ളം നനച്ച് മാറ്റി വെക്കും. കാരണം ബാക്കി വന്ന് ഇനി എനിക്ക് വിറകിൻ്റെ ആവശ്യമില്ല, ഇന്ന് വിറകടുപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ബാക്കിയുള്ളത് നാളത്തേക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. അങ്ങനെ ഇഡലിയുടെ ആവി ഇതിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. എല്ലാവർക്കും എന്താ പറയുക, വാളും പരിചയമൊക്കെ ഓർമ്മ വരുന്നുണ്ടോയെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ഇനി ഞാനിത് കഴിക്കാനായിട്ട് പോവാണ്. ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കാസറോളിലേക്ക് മാറ്റി അടച്ചു വെക്കുകയാണ്. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് പുയ്യാപ്ല മീനാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെയാണെന്ന് പറയാം, നിങ്ങൾ എങ്ങനെയാണ് ഈ മീനിന് പറയാമെന്ന് എനിക്കറിയില്ല. ഇത് മുളകിടണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനാദ്യം
ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാം ചേർത്തൊരു മസാല പുരട്ടി വെക്കണം. ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. പുളിയും ചേർത്ത്, വളരെ കുറച്ച് പുളിയും ചേർത്ത് തക്കാളി അടിച്ചെടുത്തതാണിത്. അതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് 2 പച്ചമുളക് എന്നാണ്. വലിയ പച്ചമുളകായതുകൊണ്ട് നമ്മൾക്കധികം എരിവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 1 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഇത്രയും കുറച്ച് മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുള്ളൂ. കാരണം കറി അളവ് വളരെ കുറവാണ്. ഞങ്ങൾ 2 പേര് മാത്രമുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കുറച്ച് മതിയാവും. നിങ്ങൾക്ക് എത്രയാണോ കറീൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവും കൂട്ടാം. തക്കാളിയും പച്ചമുളകും മാത്രമാണ് അടുപ്പത്തുനിന്ന് വെന്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഏതാണ്ട് പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് മസാല ചേർത്ത് വെച്ച മത്സ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ഓഫാക്കാം. കറി റെഡിയായി. ഇനി ഞാൻ ബീൻസ് വറവ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, തേങ്ങ വളരെ കുറച്ച് മതിയാവും, പിന്നെ 1 പച്ചമുളക്, ഉള്ളി 1 ചെറിയ കഷ്ണം, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. ഇനി വറവിൻ്റെത് ചേർക്കാം. വറവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.